ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും അധികാരത്തിൽ വന്നാലും അവരുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പാർട്ടിയുടെ ശക്തമായ നിയന്ത്രണം ഉണ്ടാവും. പക്ഷേ വി.എസ്. അച്യുതാനന്ദൻ്റെ കാലത്തും നയനാരുടെ കാലത്തും അത്ര കടുപ്പമായിരുന്നില്ല. സെക്രട്ടേറിയറ്റിലുള്ള സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥരെയും റിട്ടയർ ആയവരെയൊക്കെ അവർ പരിഗണിക്കും, പാർട്ടി അനുഭാവികളെയും പരിഗണിക്കും. പക്ഷേ കഴിഞ്ഞ പിണറായി സർക്കാരിൽ അങ്ങനെ പരിഗണിച്ചിരുന്ന പലരും സർക്കാരിനെ വെട്ടിലാക്കി എന്നുള്ള ചിന്തയൊക്കെ വന്നപ്പോൾ കൃത്യം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിയൊക്കെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കമ്മിറ്റിയിലുള്ളവരെ മാത്രം ഈ PS-മാരും APS-മാരുമായിട്ടുള്ള തസ്തികയിൽ എടുത്താൽ മതി എന്നൊരു തീരുമാനം CPM എടുത്തു. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് CPIM അങ്ങനെ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ മന്ത്രിമാർക്കും മന്ത്രി ഓഫീസിലെ MLA-മാർക്കെല്ലാം കടുകട്ടി പാർട്ടിക്കാരെയാണ് PA-മാരായിട്ടും അതുപോലെ PS-മാരുമായിട്ടൊക്കെ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ദോഷം വളരെ വലുതാണ്. മുമ്പൊരിക്കൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ V.S. അച്യുതാനന്ദൻ്റെ കാലത്ത് തിരുവനന്തപുരം IMG-യിൽ വെച്ച് ഈ പേഴ്സണൽ സ്റ്റാഫിന് എല്ലാവർക്കും വേണ്ടി ഒരു പരിശീലനം ഉണ്ടായിരുന്നു. അന്ന് അൽഫോൺസ് കണ്ണന്താനം ഇടതുപക്ഷത്തിലാണ്. അപ്പോൾ അൽഫോൺസ് കണ്ണന്താനം, ഞാനന്ന് സർവീസിലുള്ള കാലമാണ്, ഞാനും ഒരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു. ഒരു സെഷൻ ഞാനാണ് എടുത്തത്, ഒരു സെഷൻ അൽഫോൺസ് കണ്ണന്താനമാണ് എടുത്തത്. പിന്നെ അങ്ങനെ വളരെ പ്രമുഖരായിട്ടുള്ള 4-5 IAS-കാരും പിന്നെ ഞാൻ നോൺ IAS ആയിട്ട് ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ക്ലാസ് എടുത്തു. പക്ഷെ ഞാൻ ഈ സെഷൻ അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ CPI-യുടെ ഒരു PA ആണോ APS ആണോ ഒരാൾ എന്നോട് വന്നു, സാർ ഞങ്ങൾ രാഷ്ട്രീയമൊക്കെ കനലുകൾ ചാണ്ടി വന്നവരാണ്, നിങ്ങളെപ്പോലുള്ളവരൊന്നും പഠിപ്പിക്കുന്നതിൽ കാര്യമില്ലെന്നൊക്കെ പറഞ്ഞു. കുറേ ഡയലോഗ് അടിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാൾ ആ മന്ത്രിയുടെ സ്റ്റാഫിൽ നിന്ന് പുറത്താവുന്ന കണ്ടു. പിന്നെ സെക്രട്ടേറിയറ്റ് വെച്ച് കണ്ടപ്പോൾ സാർ അന്ന് പറഞ്ഞതുപോലെയൊക്കെ ചെയ്തെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് പാർട്ടി ഓഫീസ് അല്ല സെക്രട്ടേറിയറ്റ്, അവിടെ ഇരിക്കുമ്പം കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറഞ്ഞു വന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാ വകുപ്പുകളിലും പാർട്ടിക്കാരെ ഫിറ്റ് ചെയ്തു. ഈ പാർട്ടിക്കാരുടെ കടുകട്ടി ന്യായങ്ങളും കള്ളത്തരങ്ങളൊന്നും പൊതുജനങ്ങൾക്ക് പറ്റത്തില്ല. പൊതുജനങ്ങൾ കുറച്ചുകൂടെ ലിബറലായി അവരോട് ഇടപെടണം. അവർ വരുമ്പോൾ അവരോട് സംസാരിക്കണം, അവരെ പരാതികൾ കേൾക്കണം. അവർ കോൺഗ്രസ്സുകാർ വരും, കമ്മ്യൂണിസ്റ്റുകാർ വരും, BJP-കാർ വരും, RSS-കാർ വരും, PDP-കാർ വരും, എല്ലാവരും, ചിലപ്പോൾ NDF-കാർ വരും, SDPI-കാർ വരും. കാരണം മനുഷ്യരാണ്, അവരെല്ലാവരും വരും, എല്ലാവരുടെയും കൂടെ ഗവൺമെൻറ്റാണ്. പക്ഷേ ഇതൊന്നും നോക്കാതെ വലിയ കടുകട്ടി ബലമൊക്കെ പിടിക്കുന്ന രീതിയുണ്ട്. ഇങ്ങനെ ബലം പിടിച്ച് വന്നും പല രൂപത്തിലേക്ക് വന്നപ്പോൾ പാർട്ടിക്കാരെ തെറ്റ് ചെയ്താൽ സംരക്ഷിക്കുന്ന രീതിയുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് CPM-നെ കുറിച്ചല്ല. ഇപ്പോൾ CPI-യിൽ വലിയൊരു പ്രശ്നം ഉടലെടുത്തിട്ടുണ്ട്. നാട്ടിക MLA ആയിട്ടുള്ള CC മുകുന്ദൻ, അദ്ദേഹം CPI-യുടെ ഡൈനാമിക് ഒരു MLA ആണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ഒരു പാർട്ടിക്കാരൻ, തൃശ്ശൂരുള്ളൊരു പാർട്ടിക്കാരൻ ഒരു കുസൃതി കാണിച്ചു. MLA-യുടെ ലെറ്റർ ഹെഡ് അടിച്ചു മാറ്റി, അതിനകത്ത് വ്യാജ ഒപ്പൊക്കെ ഇട്ട് എന്തോ ആനുകൂല്യമൊക്കെ പറ്റി. ഇത് MLA കണ്ടുപിടിക്കുകയും MLA നിയമസഭാ സെക്രട്ടറിക്ക് പരാതി കൊടുക്കുകയും മ്യൂസിയം സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുകയും അതിനെതിരെ വലിയ കോടതിയിൽ മൊഴി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. പോലീസിൽ മൊഴി കൊടുത്തു, പിന്നെ കോടതിയിലേക്ക് കേസ് മൊഴി കൊടുത്തു. അപ്പോൾ CPI പോലുള്ളൊരു പാർട്ടി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്. അവർ ഉടനെ ജില്ലാ കമ്മിറ്റി, ജില്ലാ സമ്മേളനത്തിൽ ഈ PA ആയിട്ടിരിക്കുന്ന ആളിന് നല്ല പാർട്ടി ബന്ധമുള്ള ആളാണ്. അപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടി അഴിമതി നടത്തിയ ആളിനെ രക്ഷിക്കാൻ വേണ്ടി അഴിമതി നടത്താത്ത MLA-യെ സമ്മർദ്ദപ്പെടുത്തുകയാണ്. MLA പക്ഷേ അതിനകത്ത് വീഴുന്നില്ല. അതുകൊണ്ട് തന്നെ MLA ജില്ലാ കമ്മിറ്റിയുടെ പരിപാടികളിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥാനങ്ങളിൽ നിന്ന് MLA ഒഴിവാക്കുന്നു. ഇത് വലിയ വിഷയമാവുകയാണ്. അപ്പോൾ K. ഇസ്മായിലിൻ്റെ വിഷയമുണ്ട്. CPI-യിൽ വലിയ ഇതുപോലത്തെ ഒരുപാട് സംഘടനാ വിഷയങ്ങളുണ്ട്. ഇതിനിടയിലാണ് നമ്മുടെ ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പ്രസ്താവന വന്നത്. എൻ്റെ കാരുണ്യം കൊണ്ടാണ് ഈ പാർട്ടിയിൽ ചില ആളുകളൊക്കെ നിൽക്കുന്നത്, എൻ്റെ ദയാദാക്ഷിണ്യം കൊണ്ടാണ്. എല്ലാവരും തമ്പുരാന്മാരും എമ്പുരാന്മാർക്കും പഠിക്കുന്നതാണല്ലോ, പിണറായി വിജയ്ക്ക് പഠിക്കലാണല്ലോ ബാക്കി ബിനോയ് വിശ്വത്തിൻ്റെ ഇപ്പോഴത്തെ ജോലി. അപ്പോൾ സ്വാഭാവികമായിട്ട് ബിനോയ് വിശ്വത്തിൻ്റെ വായിൽ നിന്ന് വന്നില്ലെങ്കിലേ ഉള്ളൂ. നേരത്തെയും വലിയ അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു ഏകാധിപതിയുടെ ശബ്ദത്തോടു കൂടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. ബിനോയ് വിശ്വം കുറേ കൂടി ജനാധിപത്യവാദി ആകണം. പാർട്ടിക്കകത്ത് ഒരുപാട് ആളുകൾ പരാതി പറയും, പ്രശ്നങ്ങൾ പറയും, സ്വയം വിമർശനം പറയും, ആത്മപ്രശംസ പറയും, നേതാക്കളെ തെറി പറയും, നേതാക്കളെ കുറ്റപ്പെടുത്തും, എല്ലാം ചെയ്യും. ചിലപ്പോൾ അവർ പരസ്യമായി പറഞ്ഞിരിക്കും, ചിലപ്പോൾ രഹസ്യമായി പറയും, അതെല്ലാം പറയും. അപ്പോൾ നടപടിയെടുക്കാം, വേണമെങ്കിൽ കൃത്യമായി അവർ അച്ചടക്ക നടപടി എടുക്കാം. പക്ഷേ അതിനപ്പുറം പാർട്ടിയുടെ ബയല അനുസരിച്ചും ഭരണഘടന അനുസരിച്ചും നടപടികൾ എടുക്കുന്നതിന് പകരം എൻ്റെ ദയാദാക്ഷിണ്യം കൊണ്ടാണ് നിങ്ങളൊക്കെ ഇതിനകത്ത് നിൽക്കുന്ന. അവസാനം സ്റ്റേറ്റ് കൗൺസിലിൽ അത് വലിയ വിവാദമായപ്പോൾ പറഞ്ഞു, നമ്മളുടെ ദയാദാക്ഷിണ്യം, സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ദയാദാക്ഷിണ്യം കൊണ്ടെന്നൊക്കെ ബിനോയ് വിശ്വം മാറ്റി പറഞ്ഞു. ഇതൊന്നും ബിനോയ് വിശ്വത്തിന് ചേർന്നതല്ല, ഒരു CPI-യുടെ നേതാവിന് ചേർന്നതല്ല. ഈ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ഒരു ചെറിയ ഘടകകക്ഷിയായിരിക്കുന്ന നിങ്ങൾ ഇങ്ങനെയാണ് ബഹളം ഉണ്ടാക്കണമെങ്കിൽ രാജ്യം നിങ്ങളുടെ കയ്യിൽ ഭരണം കിട്ടിയാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? ഇവിടെ ഫാസിസമൊക്കെ മറ്റേ അപ്പോസ്തലന്മാരായിരിക്കും, ഗുസ്തിയായിരിക്കും നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ബിനോയ് വിശ്വം വളരെ ജനാധിപത്യവാദിയാവുക. ഈ CC മുകുന്ദൻ പറയുന്ന അഴിമതിക്കെതിരെയാണ്, അദ്ദേഹത്തിനെ പുറത്താക്കിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നടപടിയെടുത്താൽ അദ്ദേഹം അഴിമതിക്കാരൊക്കെ സംരക്ഷിച്ച് അഴിമതിയില്ലാത്ത ആളിനെ പുറത്തു കളയുന്നു, അതിന് കുരിശുയുദ്ധം നടത്തിയ ആളിനെ.
വല്ലാത്ത സന്ദേശമായിരിക്കും ലോകത്തിന് കൊടുക്കുന്നത്. ഒരു പാർട്ടിക്കാരനെ കളഞ്ഞാൽ, ഒരു അഴിമതി ചെയ്യാത്ത ഒരാളിനെ സംരക്ഷിച്ചാൽ 10 പാർട്ടിക്കാർ കൂടെ വരും എന്ന് മനസ്സിലാക്കുക. തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുക, തെറ്റ് ചെയ്യാത്തവരെ രക്ഷിക്കുക. അതായിരിക്കണം പാർട്ടി നയം. അല്ലാതെ കൊണ്ടുപോയാൽ ഇത് ഇപ്പോൾ പണ്ടേ കുറച്ചേ ഉള്ളൂ, പിന്നെ വളരെ കുറച്ചേ ഉള്ളൂ, ഉള്ളത് കൂടി ഇല്ലാതെ വരും.